നീറ്റ് ആസ്പിരൻസിനോട് എന്ന വീഡിയോ സീരീസിലെ നെക്സ്റ്റ് വീഡിയോയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് സ്റ്റുഡൻസ് നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യുന്ന ഒരു മേജർ പ്രശ്നമാണ്. എനിക്ക് ഫിസിക്സ് വല്ലാണ്ട് ബുദ്ധിമുട്ടാണ്, ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നില്ല, ഫിസിക്സ് ഈവൻ പ്രാക്ടീസ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റുന്നില്ല, ഫിസിക്സിലെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എക്സാമിൻ്റെ ഇടയിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എക്സാം എഴുതാൻ പറ്റാണ്ടായി പോവുകയാണ്. ഈവൻ ദോ ഞാനത് പ്രാക്ടീസ് ചെയ്തിട്ടും അതിലെ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിയിട്ടും എക്സാമിന് വരുമ്പോൾ എനിക്കത് എഴുതാൻ പറ്റുന്നില്ല, എന്താണ് അപ്ലൈ ചെയ്യേണ്ടത് എനിക്ക് അറിയുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഇഷ്യൂ ക്രോസ്ലി നമ്മളൊന്ന് എക്സാമിൻ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നതെന്ന് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ പ്രശ്നം ഡിസ്കസ് ചെയ്യുന്നത് ഒരു 4 അല്ലെങ്കിൽ 5 ഹെഡിങ്ങിലൂടെയാണ്. എന്തുകൊണ്ടായിരിക്കും ഈ ഇഷ്യൂസ് വരുന്നത്? അപ്പോൾ ഇങ്ങനെ ഇഷ്യൂസ് ഉള്ള കുട്ടികളായിട്ട് പലരായിട്ട് ഡിസ്കഷൻ നടത്തി, അങ്ങനെ അവരായിട്ടുള്ള ഓരോ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഓരോ ഡാറ്റാസ് നമ്മൾ എടുത്ത് അനലൈസ് ചെയ്തപ്പോൾ അറിയാൻ പറ്റിയ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടും എനിക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എക്സാമിൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന കുട്ടികളുടെ മെജോറിറ്റി ആളുകൾക്കും പ്രീവിയസ്ലി MCQ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ള പ്രാക്ടീസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അവരിപ്പോൾ നിൽക്കുന്നത് അവരെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളെക്കാളും പ്രാക്ടീസ് ബേസ് കുറെ പിന്നിലാണ്. ഈവൻ ദോ അവർക്ക് +2 മാർക്ക് ഈക്വൽ ആയിട്ടുള്ള 2 സ്റ്റുഡൻസ് ആണെന്ന് വിചാരിക്കാം. അതിൽ തന്നെ 98% 2 സ്റ്റുഡൻസ് നിൽക്കുമ്പോൾ തന്നെ ഈ 98% ഒരു സ്റ്റുഡൻറ്റ് അവർ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള 98% അല്ലെങ്കിൽ 96% വാങ്ങിച്ച വേറെ ഫ്രണ്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ കുട്ടി ഈവൻ +2 സമയത്ത് MCQ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ കുട്ടിക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. ആ കുട്ടി സോൾവ് ചെയ്യുന്ന അതേ വേഗതയിൽ ഈ കുട്ടിക്ക് സോൾവ് ചെയ്യാൻ പറ്റിക്കൊള്ളണം ഒരു നിർബന്ധവുമില്ല. അപ്പം പ്രീവിയസ് ആയിട്ടുള്ള നമ്മളെ MCQ പ്രാക്ടീസ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം നമ്മൾ ഇതിനെ വല്ലാണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ്. ഫിസിക്സോ മാത്തമാറ്റിക്സോ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കാണുന്നു. കാരണം എന്താ, നമ്മൾ +2 സമയത്ത് നമുക്കൊരു ഇക്വേഷൻ പഠിക്കുന്നു, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത് എങ്ങനെ പഠിക്കുന്നു, നമുക്ക് ഡയറക്റ്റ്ലി റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഈവൺ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ന് പറയുന്നെങ്കിൽ പോലും ആപ്ലിക്കേഷൻ ലെവലിൽ ഒരു എന്താ പറയാ, നമ്മൾ ബുക്കിലുള്ളതിൻ്റെ അതേ പാറ്റേൺ ഫോളോ ചെയ്യല്ല, അതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഒരു എൻട്രൻസ് എക്സാമിന് MCQ ടൈപ്പുള്ള എൻട്രൻസ് എക്സാമിന് നമുക്ക് ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ ഓർത്തെടുത്ത് എഴുതുക അല്ലെങ്കിൽ അതിന് ആൻസറോ ഇക്വേഷനോ നമ്മൾക്ക് ഓർമ്മിച്ചെടുത്ത് എഴുതുക എന്നുള്ളത് പോസിബിൾ ആയിരിക്കില്ല. നമ്മൾ എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ എൻട്രൻസിന് എഴുതേണ്ട ആ ഒരു ആൻസർ അപ്രോച്ചിൻ്റെ രൂപം നമ്മളെ എക്സ്പീരിയൻസ് ബേസ്ഡ് ആണ്, അല്ലാണ്ട് നമ്മളെ മെമ്മറി ബേസ്ഡ് അല്ല. അപ്പം നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിംഗിൾ എക്സാമിന് വേണ്ടി ഒരു മെമ്മറി ബേസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ക്യുക്കായിട്ടുള്ള പഠനമാണ് നമ്മൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ രൂപത്തിലൊരു പഠനം ഇതിന് ഒരു അപ്പർ ഹാൻഡ് തരില്ല എന്നുള്ളതാണ്. അപ്പം നമ്മളിവിടെ എവിടെയാണ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മൾക്ക് ഇത് മെമ്മറി ബേസ് എഴുതണം എന്നുള്ള രൂപത്തിൽ നമ്മൾ ക്യുക്കായിട്ട് അതിനെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടണം എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് നമ്മൾ അതിനെ അണ്ടർ ഇവാലുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം, കുറേ അധികം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലേ ഞാൻ കുറേ അധികം എക്സ്പീരിയൻസ്ഡ് ആവുള്ളൂ. ഈ എക്സ്പീരിയൻസിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഈ ആൻസർ എഴുതുന്നതെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യുന്നത്, നമുക്ക് അതിനെ ഒരു വേറൊരു പോയിന്റായിട്ട് ഡിസ്കസ് ചെയ്യാൻ, ഒരു മൂന്നാമത്തെ പോയിന്റായിട്ട് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യുന്നത് നമുക്ക് എഴുതാൻ കിട്ടുന്നില്ല. അതിൻ്റെ ആൻസർ വളരെ സിമ്പിളാണ്, നമ്മളെ മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിലൂടെ അതിന് വേണ്ട പ്രാക്ടീസ് പോയിട്ടില്ല എന്നതാണ് വളരെ സിമ്പിളായിട്ടുള്ള മീനിങ്. അതിനർത്ഥം നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ്. അല്ലാണ്ട് ഇതിൽ വേറെ എന്തോ മാജിക് കിട്ടാണ്ട് ഞാൻ +2 പഠിച്ച സമയത്ത് എനിക്ക് ചെയ്യുമ്പോൾ ഓരോന്ന് ചെയ്യാൻ കിട്ടുന്നുണ്ടായിരുന്നു എന്നുള്ള അതേ ധാരണ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോഴാണ് ആ കുട്ടികൾക്ക് അതേ പ്രശ്നം വരുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്നും അല്ല, ഇതിനേക്കാളും കുറേ അധികം പ്രാക്ടീസ് ചെയ്യണം. ഓരോ ചാപ്റ്ററിനും 300+ 400+ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരു ഫിസിക്സിലെ 1 ഡയമെൻഷൻ മോഷനിലെയോ അല്ലെങ്കിൽ വർക്ക് എനർജി പവറിലോ റൊട്ടേഷൻ മോഷനിലെയോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്കൊരു എക്സാമിൽ ഒരു റൊട്ടേഷൻ മോഷൻ എലോൺ ആയിട്ട് ഒരു 50 ക്വസ്റ്റ്യൻ എക്സാം ചെയ്ത് നമുക്ക് അതിൽ ഫുൾ ശരിയാവണം എന്നുണ്ടെങ്കിൽ മിനിമം 500+ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത ഒരു പേഴ്സൺ ആയിരിക്കണം.
അപ്പോൾ ഡെഫിനറ്റ്ലി അപ്പം മാത്രമേ നമുക്ക് ഈ 50 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടായിരിക്കുള്ളൂ. ഇനി നമ്മളതൊരു എൻട്രൻസ് എക്സാമിൻ്റെ തലത്തിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ എൻട്രൻസ് എക്സാമിൽ പല ക്വസ്റ്റ്യൻസിൻ്റെ ഇടയിലൂടെ നമുക്ക് ഫിസിക്സിൻ്റെ ഒരു റൊട്ടേഷൻ മോഷൻ ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ ഇത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം എന്ന് പറയും. ഉള്ളിൽ നിന്ന് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടീസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആ കാര്യങ്ങൾ മൂവ് ചെയ്യണം. അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം. അല്ലാണ്ട് ഒരു ക്വസ്റ്റ്യൻസിന് ഒരു ചാപ്റ്റർ എന്നുള്ള എല്ലാ ഫോർമാറ്റിലെയും ഓരോ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് എന്ന് കഴിയുമ്പോഴേക്കോ അല്ലെങ്കിൽ 200-250 ക്വസ്റ്റ്യൻ കഴിയുമ്പോഴേക്കോ ഞാനത് ചെയ്ത് എന്നുള്ള ഒരു വില്ലിങ്നെസ്സിലേക്ക് നിൽക്കുകയാണ് പിള്ളേർ ചെയ്യുന്നത്. ഇനി നാലാമത്തെ അതിനെ പരിശോധിക്കുകയാണെങ്കിലും ഈവൺ 1 or 2, 3, 4 ചാപ്റ്റേഴ്സ് അവർ നന്നായി പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പല ചാപ്റ്റേഴ്സിന്റെ ലിങ്കിങ് നമുക്ക് ആവശ്യമുണ്ട്. ഈ ഒരു ഇന്റർലിങ്കിങ്, ഈ ഇന്റർലിങ്കിങ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾ ടുഗദർ ചാപ്റ്റർ പഠിക്കുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ റിപ്പീറ്റിങ് സ്റ്റാർട്ട് ചെയ്ത ആളുകൾ അല്ലെങ്കിൽ +2ൻ്റെ കൂടെ തന്നെ എഴുതാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഇപ്പോൾ പഠിച്ചിരിക്കുന്ന 5, 8 അല്ലെങ്കിൽ 10, 15 ചാപ്റ്റർ നിങ്ങൾക്ക് ഈ ടോട്ടൽ ക്വസ്റ്റ്യനിലേക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് വരാനുള്ള ഇനഫ് ഇൻഫർമേഷൻ ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ലേണിംഗ് കർവ് എല്ലാം കൂടെ കംപ്ലീറ്റ് ചെയ്തപ്പോഴാണ് നമുക്കൊരു 5 to 6 months അല്ലെങ്കിൽ 6 to 7 months നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓൾ ടുഗദർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഫിസിക്സ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് മാത്തമാറ്റിക്കൽ പ്രോബ്ലം അല്ലെങ്കിൽ കൂടുതൽ ന്യൂമറിക്കലുള്ള ഫിസിക്സിൽ നിന്ന് സ്റ്റെക്ക് ആവുന്നു എന്നുള്ളതിൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ആവുന്നുള്ളതിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾ അണ്ടർ പ്രാക്ടീസിലാണ്, നിങ്ങൾ കുറച്ചേ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൂ എന്ന് മാത്രമാണ്. പിന്നെ മനസ്സിലാക്കേണ്ടത് ഫിസിക്സ് തിരിച്ച് അതിൻ്റെ പോസിറ്റീവ് പോയിന്റ്സ് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഒരു കുട്ടി ഫിസിക്സ് നന്നായി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുക, ഫീൽ ചെയ്യാൻ നന്നായി വിചാരിക്കുന്നത്, നമ്മൾക്ക് അതിൽ ക്രോസ് എക്സാമിൻ ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കുന്നത് ഈ കുട്ടി ഫിസിക്സിനെ കുറിച്ച് കൂടുതൽ സമയം ചിന്തിച്ചിട്ടുണ്ട്. ഈ ന്യൂമറിക്കൽ പ്രോബ്ലംസിനെ കുറിച്ച് അവർ പല രൂപത്തിൽ ആലോചിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഫിസിക്സ് ഫാക്കൽറ്റി ഡിസ്കസ് ചെയ്തതുപോലെ ഒരു ഫോഴ്സ് ഇവിടുന്ന് ആക്ട് ചെയ്യുമ്പോൾ ഒരു ഫോഴ്സ് ഇവിടുന്ന് ആക്ട് ചെയ്യുമ്പോൾ ഒരു 90 ഡിഗ്രി ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് ഫോഴ്സ് അല്ല അതിന് പറഞ്ഞിരുന്നത്, ഇവിടെ ഒരു ബോൾ ഇരിക്കുന്നുണ്ട്, ഒരു കയർ വെട്ടി ഇവിടുന്ന് ഒരാൾ വിളിച്ചാൽ ഈ ബോൾ എങ്ങോട്ട് പോകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 45 ഡിഗ്രിയിൽ പോകും എന്നുള്ള തോട്ട് പ്രോസസ് വരുന്നില്ല പിള്ളേർക്ക് എന്നാ പറഞ്ഞത്. അപ്പൊ എന്തുകൊണ്ട് ആ തോട്ട് പ്രോസസ് വരുന്നില്ല എന്നുള്ളതാണ്. ഇവർക്ക് ജന്മന അവിടെ എന്തോ കാര്യങ്ങൾ ഡെഫിഷ്യന്റ് ആണോ? എല്ലാം ഇതിനെക്കുറിച്ച് മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ സ്വന്തം നമ്മളെ മൈൻഡിൽ റീക്രിയേറ്റ് ചെയ്തിട്ടില്ല, അതിന് വിഷ്വലൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഡെഫിഷ്യൻസീസ് എവിടുന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? നമ്മൾ MCQ പണ്ട് മുതലേ പ്രാക്ടീസ് ചെയ്തത് കുറവാണ്, അല്ലെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ മൈൻഡ് ഇൻവോൾവ് ചെയ്യുന്നതും ചിന്തിക്കുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ ടൈം വളരെ കുറവാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത ഒരാൾ മൾട്ടിപ്പിൾ ടൈംസ് എല്ലാ പാറ്റേൺ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്ത് 5 to 6 months കഴിഞ്ഞാൽ മാത്രം ഔട്ട്പുട്ട് കിട്ടുന്ന ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ 1 or 2 months കഴിയുമ്പോഴേക്ക് നമ്മൾ എന്താ വാശി പിടിക്കുന്നത്? എനിക്കിത് പെട്ടെന്ന് സോൾവ് ചെയ്ത് കിട്ടണം എന്നുള്ള രൂപത്തിലാണ്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഫിസിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ പ്രോബ്ലം അല്ലെങ്കിൽ മാത്സ് ഇൻവോൾവ് ആയിട്ടുള്ള കെമിസ്ട്രി എന്നുള്ളതൊക്കെ ഒരു ചാപ്റ്റർ മാത്രം ബൈ ഹാർട്ട് ചെയ്ത് ചെയ്യാൻ നമുക്ക് സാധിക്കും, ചിലപ്പോൾ നമുക്ക് സാധിക്കും. പക്ഷേ എല്ലാ ചാപ്റ്ററും കൂടെ വരുന്ന സമയത്ത് ഇത് ഇൻവോൾവ് ചെയ്ത് ആക്ച്വൽ നമ്മൾ ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ എക്സ്പീരിയൻസ് ബേസ് ചെയ്ത് മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ മൈൻഡിൽ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, വിഷമിക്കരുത്. ജസ്റ്റ് ലൈക്ക് നമുക്ക് ഒരു എന്താ പറയാ, പബ്ജി കളിക്കുന്ന ഒരാൾ 1 വീക്ക് കൊണ്ട് പബ്ജി കളിക്കാൻ പഠിക്കൂല. കാരണം അത് കുറേ അധികം ലേണിംഗ് കർവ് പ്രോസസ് ഉള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വീടുണ്ടാക്കാൻ വിചാരിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് വീടുണ്ടാക്കുന്ന സമയത്തിനെ കുറിച്ച് ധാരണയില്ല. അയാൾ പറയുന്ന 1 വീക്ക് കൊണ്ട് എനിക്ക് വീട് വേണം, പോസിബിൾ ആയിരിക്കില്ല. കാരണം ആ വീട് വെക്കണമെങ്കിൽ അതിന് മിനിമം ടൈം ഉണ്ട്, സിമെന്റ് സെറ്റിങ്ങിന് സമയം വരും, അല്ലെങ്കിൽ കോൺക്രീറ്റ് സെറ്റ് ആവാനൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ അതേപോലത്തെ ഇതിനൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്, ഇതിനൊരു ലേണിംഗ് കർവ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു കുട്ടി ഇത്ര പെട്ടെന്ന് റിസൾട്ട് വേണം എന്നുള്ളത് വാശി പിടിക്കൂല. അപ്പൊ നിങ്ങൾക്ക് ഫിസിക്സ് അറിയില്ല എന്നുള്ളത് പറയുന്നത് നിങ്ങൾക്ക് ഫിസിക്സ് ആക്ച്വലി അറിയാത്തതല്ല, അറിയാനുള്ള ടൈം ആവുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ വാശി പിടിച്ച് എനിക്കത് അറിയണം നിർബന്ധം കാണിക്കുന്നതാണ്. ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഫർദർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക, ക്ഷമ കൊടുക്കുക, വീണ്ടും ചിന്തിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ +2 നന്നായി പഠിച്ച് പാസ്സായവരാണ്, നല്ല മാർക്കുള്ള ആളുകളാണ്. ഡെഫിനറ്റ്ലി എല്ലാ കുട്ടികൾക്കും ഒരേപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, പ്രൊവൈഡഡ് നിങ്ങൾ എത്ര സമയം അതിനെ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻഡ് ചെയ്യാം.
നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ചാപ്റ്റേഴ്സ് നമുക്ക് അല്ലെങ്കിൽ സബ്ജക്റ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിന് ഒരു അവേർഷൻ അല്ലെങ്കിൽ ഒരു ഇഷ്ടമില്ലായ്മ ഫോം ചെയ്യും. ഈ ഇഷ്ടമില്ലായ്മയോട് കൂടിയാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ അത് ഒരിക്കലും അവിടെ ക്യാച്ച് ചെയ്ത് നിൽക്കില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ സബ്ജക്റ്റിനെ സ്നേഹിക്കാൻ പഠിക്കുക, നന്നായി സബ്ജക്റ്റിനെ ഇൻട്രാക്ട് ചെയ്യുക, ഡെയിലി കുറച്ച് സമയത്ത് എടുത്ത് നോക്കിയ ഫെമിലറൈസ് ചെയ്യുക എന്നുള്ള കാര്യം കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫിസിക്സ് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അത് കെമിസ്ട്രി ആണെങ്കിൽ അപ്ലൈ ചെയ്യാം, ഏതാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത് അത് ആദ്യം ഫെമിലറൈസ് ചെയ്ത് തുടങ്ങുക. പിന്നെ നേരത്തെ പറഞ്ഞ 4-5 സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. എന്നിരുന്നാൽ നിങ്ങൾക്ക് അടിപൊളിയായി ചെയ്യാൻ പറ്റും. താങ്ക് യു.